ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് നമ്മുടെ മോഡ്യൂൾ 5ൻ്റെ 5ാമത്തെ ക്ലാസ്സാണ്. ന്യൂക്ലിക് ആസിഡ്സ് ആ ഭാഗമാണ് നമ്മളിന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സിലബസ് കണ്ടു. അതിൽ DNA, RNA, ബയോളജിക്കൽ റോൾ, ഹൈഡ്രോളിസിസ് ഓഫ് ന്യൂക്ലിക് പ്രോട്ടീൻസ്, എലിമെൻ്ററി ഐഡിയ റിഗാർഡിംഗ് സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. ഇതാണ് നമുക്ക് ഈ ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂക്ലിക് ആസിഡ്സ് എന്താണെന്ന് കണ്ടു. ദേ ആർ പോളിമറിക് ബയോമോളിക്യൂൾസ് ആൻഡ് ദേ ആർ പോളി ന്യൂക്ലിയോടൈഡ്സ്. പോളിമറാണ്, അതിലെ മോണോമർ യൂണിറ്റ്സ് ന്യൂക്ലിയോടൈഡുകളാണ്. അതുകൊണ്ട് തന്നെ അതിനെ പോളി ന്യൂക്ലിയോടൈഡ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് നമ്മൾ സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് കണ്ടു. ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയോ ബേസ്, ഒരു ഷുഗർ ആൻഡ് ഫോസ്ഫോറിക് ആസിഡ്, ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് ന്യൂക്ലിയോടൈഡുകളെന്ന് കണ്ടു. ഇനി നമ്മൾ ന്യൂക്ലിക് ആസിഡ്സിനെ ഹൈഡ്രലൈസ് ചെയ്താൽ നമുക്ക് ആദ്യം കിട്ടുന്നത് ന്യൂക്ലിയോടൈഡുകളാണ്. ന്യൂക്ലിയോടൈഡുകളെ വീണ്ടും ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ ന്യൂക്ലിയോസൈഡ്സും ഫോസ്ഫേറ്റ് യൂണിറ്റ്സും കിട്ടും. ഇതിൽ നിന്ന് ന്യൂക്ലിയോസൈഡ് എടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് ന്യൂക്ലിയോ ബേസിസും ഷുഗേഴ്സും കിട്ടുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ന്യൂക്ലിയോസൈഡിൻ്റെ സ്ട്രക്ചർ കണ്ടു. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയോ ബേസും റൈബോസ് ഷുഗറും കൂടെ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ വെച്ചാണ് ഇത് കമ്പൈൻ ചെയ്യാൻ പോകുന്നത്? ത്രൂ കാർബൺ നമ്പർ 1 ഓഫ് ദ ഷുഗർ. ഷുഗറിൽ 5 കാർബൺ ആറ്റമുള്ള ഷുഗറാണ് പെൻറ്റോ ഷുഗർ, അതിനെയാണ് റൈബോസ് എന്ന് പറയുന്നത്. ഇത് കാർബൺ 1, ഇത് 2, ഇത് 3, ഇത് 4, 5. 5 കാർബൺ ആറ്റമുള്ള റൈബോസ് ഷുഗറിലെ ഫസ്റ്റ് കാർബണിലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ബേസിൽ നിന്നുള്ള NH പ്രോട്ടോണും കൂടി വാട്ടർ എലിമിനേറ്റ് ചെയ്താണ് N ഗ്ലൈക്കോസൈഡിക് ബോണ്ട് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടായിരുന്നു. പിന്നെ അത് പ്യൂരീൻസ് ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ കണ്ടായിരുന്നു. പിരിമിഡീൻസ് ആണെങ്കിൽ എങ്ങനെയാണ്? പ്യൂരീൻസ് ആണെങ്കിൽ N1ഉം പിരിമിഡീൻസ് ആണെങ്കിൽ N1ഉം പ്യൂരീൻസ് ആണെങ്കിൽ N9ഉം ആണെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇനി ഈ ന്യൂക്ലിയോടൈഡുകൾ എങ്ങനെയാണ് ന്യൂക്ലിയോസൈഡിൽ നിന്ന് ഫോം ചെയ്യുന്നത്? എങ്ങനെയായിരുന്നെന്ന് നമ്മൾ കണ്ടത്? ന്യൂക്ലിയോസൈഡ് ഫോസ്ഫോറിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ആണ് ന്യൂക്ലിയോടൈഡ് ഉണ്ടാകുന്നത്. ഹെൻസ് ന്യൂക്ലിയോടൈഡ്സ് ആർ കോൾഡ് ഫോസ്ഫോറിലേറ്റഡ് ന്യൂക്ലിയോസൈഡ്സ്. അപ്പോൾ ഈ ഫോസ്ഫോറിലേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഈ ഷുഗറിൻ്റെ 5ാമത്തെ കാർബണിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫോസ്ഫോറിക് ആസിഡിൻ്റെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ആസിഡാണ്, അപ്പോൾ H+ ആണ് പുറത്തേക്ക് കളയുന്നത്. അപ്പോൾ ഫോസ്ഫോറിക് ആസിഡിൻ്റെ ഒരു OH ഹൈഡ്രജൻ H+ആയിട്ട് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. ഫോസ്ഫോറിലേറ്റഡ് മോളിക്യൂളിനെ നമ്മൾ കണ്ടു. നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ATP, അഡനോസിൻ ട്രൈഫോസ്ഫേറ്റ്, വരച്ചും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ന്യൂക്ലിയോടൈഡുകൾ എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് വരെ നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞത് എന്താണ്? വാട്ട് ആർ ന്യൂക്ലിക് ആസിഡ്സ്? ന്യൂക്ലിക് ആസിഡ്സ് ആർ പോളി ന്യൂക്ലിയോടൈഡ്സ്. അപ്പം നമുക്കിപ്പോൾ ന്യൂക്ലിയോടൈഡിൻ്റെ ഫോർമേഷൻ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. ഇനി അപ്പം നമുക്ക് വേണ്ടത് എങ്ങനെയാണ് പോളി ന്യൂക്ലിയോടൈഡുകൾ ഫോം ചെയ്യുന്നതെന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്തു. ഇനി ഇത് എന്താണത്? മോണോമറാണ്. ഈ മോണോമേഴ്സ് റിപ്പീറ്റ് ചെയ്ത് ഒരു ചെയിൻ ഫോം ചെയ്യുമ്പോഴാണ് പോളിമർ അല്ലെങ്കിൽ പോളി ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പോളിമറൈസേഷൻ നടക്കുന്നത്? This polymerization takes place by phosphodiester bond. അതായത് ഇനി പോളിമറൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിലാണ് ഇനി പോളിമറൈസേഷൻ നടക്കാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത്. 2 എസ്റ്റർ ബോണ്ടാണ് ഈ ഒരു ഫോസ്ഫേറ്റ് യൂണിറ്റ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത്. 1 ഫോസ്ഫേറ്റ് യൂണിറ്റ് ബൈൻഡ്സ് 2 ന്യൂക്ലിയോസൈഡ്സ്. അപ്പം നമ്മൾ ഒരു ന്യൂക്ലിയോസൈഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടായിരുന്നു. ഇനി അടുത്തൊരു ന്യൂക്ലിയോസൈഡുമായിട്ട് ഇത് കമ്പൈൻ ചെയ്യുന്നത് ത്രൂ ദ ഫോസ്ഫേറ്റ് യൂണിറ്റ്. 1 phosphate group links C5 of the sugar unit of one nucleoside and C3 of the sugar unit of a second nucleoside. അപ്പം നമുക്ക് ഇവിടെ കാണാം
ഇതാണ് നമ്മുടെ ഒരു ന്യൂക്ലിയോസൈഡ്. അപ്പം ഈ ന്യൂക്ലിയോസൈഡിൽ ഷുഗറിൻ്റെ C5-ൽ ഫോസ്ഫേറ്റ് യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഈ ഷുഗറിൽ തന്നെ നമുക്ക് ഇത് ഡിയോക്സി റൈബോ ഷുഗറാണ്. അപ്പോൾ ഡിയോക്സി റൈബോ ഷുഗറിൽ നമുക്ക് ഇവിടെ കാണാം, അതായത് 1 2 3 തേർഡ് കാർബണിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വേറൊരു ന്യൂക്ലിയോസൈഡിൻ്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് എന്ത് ചെയ്യാം? പോളിമറൈസേഷൻ, ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 phosphate group links C5 of the sugar unit of one nucleoside and C3 of the sugar unit of a second nucleoside. അതുകൊണ്ട് ഇതിനെ 3' 5' ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ് എന്നാണ് പറയുന്നത്. 3' 5'. അപ്പോൾ ആദ്യത്തെ യൂണിറ്റിൻ്റെ 3' രണ്ടാമത്തെ യൂണിറ്റിൻ്റെ 5'. എന്താണ് ഈ 3 5 എന്ന് പറയുന്നത്? ഷുഗറിൻ്റെ കാർബണിൻ്റെ നമ്പറാണ്. ഷുഗറിൻ്റെ കാർബൺ നമ്പേഴ്സ് എവിടെയൊക്കെയാണ് ഫോസ്ഫേറ്റ് ലിങ്ക് ചെയ്യുന്നത്? ഇത് C5, ഇത് C3. അപ്പോൾ ഈ 2 കാർബണിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് ലിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ് 3 5 5' ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഈ പ്രൈം പറയുന്നത്? അത് നമുക്ക് നമ്പർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ നൈട്രജൻ ബേസിൻ്റെ നമ്പർ ചെയ്തില്ലേ, നൈട്രജൻ ബേസിൻ്റെ ആറ്റംസിനെ നമ്പർ ചെയ്തപ്പോൾ N9 N1 എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ പ്രൈം ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയും കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ കാർബൺ ആറ്റത്തിനെയും ഷുഗറിൻ്റെ കാർബൺ ആറ്റത്തിനെയും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈം അല്ലെങ്കിൽ ഒരു ഡാഷ് ഇടുന്നത്. ഈ ഡാഷിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഈ പ്രൈമിൻ്റെ അർത്ഥം അത് ഷുഗറിൽ നിന്ന് വരുന്നതാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു ന്യൂക്ലിയോസൈഡിൻ്റെ തേർഡ് കാർബൺ ആറ്റത്തിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും രണ്ടാമത്തെ ന്യൂക്ലിയോസൈഡിൻ്റെ 5th കാർബൺ ആറ്റത്തിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും കൂടി ഒരു ഫോസ്ഫേറ്റ് യൂണിറ്റിൽ, ഒരു ഫോസ്ഫോറിക് ആസിഡ് യൂണിറ്റുമായിട്ട് ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ ഒരു ഡൈ ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെയാണ് സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. അപ്പോൾ ഇത് ഒരു ന്യൂക്ലിയോസൈഡാണ്. ഇനി ഇത് രണ്ടാമത്തെ ന്യൂക്ലിയോസൈഡാണ്. ഇനി രണ്ടിലും ഫോസ്ഫേറ്റ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതിലെ ആദ്യത്തെ ന്യൂക്ലിയോസൈഡിൻ്റെ 5th കാർബൺ ആറ്റത്തിലുള്ള ഫോസ്ഫേറ്റ് യൂണിറ്റ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അതിന് ഫ്രീ 5' ഫോസ്ഫേറ്റ് എന്ന് പറയും. ഇനി നമ്മുടെ ഫസ്റ്റ് ന്യൂക്ലിയോസൈഡിലെ തേർഡ് കാർബൺ ആറ്റത്തിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് നമ്മുടെ രണ്ടാമത്തെ ന്യൂക്ലിയോസൈഡിലുള്ള ഫോസ്ഫോറിക് ആസിഡിൻ്റെ ഒരു OH ഇതുമായിട്ട് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ ദിസ് ഇസ് തേർഡ് കാർബൺ ആറ്റം. തേർഡ് കാർബൺ ആറ്റത്തിൽ നിന്ന് ബോണ്ട് ഫോം ചെയ്യാണ്. അപ്പോൾ 3' 5'. 3 ഇവിടുത്തെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഇത് 5' എന്ന് പറയുന്നത് CH2. ഈ 5th കാർബൺ ആറ്റത്തിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും കൂടി ഒരു ഫോസ്ഫേറ്റ് യൂണിറ്റുമായിട്ട് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ ന്യൂക്ലിയോസൈഡിൽ ഫ്രീ 5' ഫോസ്ഫേറ്റ് ഉണ്ട്. രണ്ടാമത്തെ ന്യൂക്ലിയോസൈഡിൽ ഫ്രീ 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ന്യൂക്ലിക് ആസിഡ് പോളിമറൈസ് ചെയ്യുന്നത്, ന്യൂക്ലിയോടൈഡുകൾ പോളിമറൈസ് ചെയ്യുന്നത്. ഇപ്പോഴൊരു ഡൈ ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്തു. അപ്പോൾ ഈ ഫ്രീ 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇതിന് അടുത്തൊരു ന്യൂക്ലിയോടൈഡിൻ്റെ ഫോസ്ഫേറ്റ് യൂണിറ്റുമായിട്ട് വീണ്ടും ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് ഫോം ചെയ്യാം. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് ഒരു ലോങ് ചെയിൻ ഓഫ് ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്യും. More nucleotides are added to this dinucleotide, thus forming a polynucleotide. Such a polymer has a free phosphate moiety at 5' end of ribose sugar, and it is called a 5' end of polynucleotide chain. At the other end, ribose has free 3' hydroxyl group, which is called as the 3' end of polynucleotide chain. അപ്പോൾ ഒരു പോളിന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ അതിന് 2 ഫ്രീ എൻഡ്സ് ഉണ്ടാവും. ആദ്യത്തെ എൻഡ് എന്ന് പറയുന്നത് ഫ്രീ 5' ഫോസ്ഫേറ്റ്. അപ്പോൾ ഫോസ്ഫേറ്റ് എൻഡ് ചെയ്യുന്ന സ്ഥലത്തിനെ ഫ്രീ 5' ഫോസ്ഫേറ്റ് എന്ന് പറയും. പിന്നെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എൻഡ് ചെയ്യുന്നതിനെ ഫ്രീ
3' ഹൈഡ്രോക്സിൽ എൻഡ് എന്നും പറയും. അപ്പോൾ ഒരു പോളിന്യൂക്ലിയോടൈഡിന്, അത് ഡൈന്യൂക്ലിയോടൈഡ് തൊട്ടുള്ള അങ്ങോട്ടുള്ള എല്ലാ പോളിന്യൂക്ലിയോടൈഡിനും ഒരു 2 എൻഡുകളുണ്ട്, 2 ഫ്രീ എൻഡ് ഉണ്ട്. ഫ്രീ 5' ഫോസ്ഫേറ്റും ഫ്രീ 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും. ഓക്കെ, അപ്പോൾ 2 ഫ്രീ എൻഡ്സ് ആണ് ഒരു പോളിന്യൂക്ലിയോടൈഡിന് ഉണ്ടാവുക. അപ്പം ഇങ്ങനെയാണ് സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് DNA എന്താണെന്ന് നോക്കാം. അപ്പം ബേസിക് സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിക് ആസിഡ് കണ്ടു. ഇനി ഓരോന്നിൻ്റെയും ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിൻ്റെയും റൈബോ ന്യൂക്ലിക് ആസിഡിൻ്റെയും സ്ട്രക്ചർ നമുക്ക് നോക്കാം.